ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഇന്നത്തെ ആക്ച്വലി ഫയൽ വെച്ചെടുക്കാം. ഓക്കെ, ഞാൻ 2 വേർഡ് ഇതിൽ നിന്ന് വെക്കാം. ഇതിൽ നിന്ന് 2 വേർഡ്സ് വെക്കും ആൻഡ് അതിൽ നിന്ന് ഒരു വേർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, വെറുതെ ഒരു ഓപ്ഷനായിട്ട് എന്താ വെക്കേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഇതിൽ നിന്ന് 2 വേർഡ്സ് ഞാൻ ചൂസ് ചെയ്യും. ഓക്കെ, 2 പൈൽ വെക്കാം. അതിൽ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കണക്കാക്കാം. 2 പൈൽ. ഓക്കെ, നിങ്ങൾക്ക് അതിനുള്ള ഓരോ പൈൽകാർക്കും നിങ്ങൾക്ക് ബുക്ക് ഓഫ് ആൻസേഴ്സ് നിന്നും നമ്മുടെ ഒറാക്കിൾ ആൻഡ് ടാരോ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കൊന്നും എനിക്ക് കാണില്ല കേട്ടോ, എൻ്റെ കൈൻ്റെ അടിയിലത്തെ ഞാൻ എടുക്കുന്നത്. ഓക്കെ, സ്ട്രെങ്ത് ആൻഡ് ഒന്നുകൂടി ലവ്. ഗുഡ്. ഒന്നും കൂടി വെക്കാം. വലിയ ലോങ് റീഡിങ് ആവില്ല. 3 പൈൽ വെക്കാം. ട്രസ്റ്റ്. ഓക്കെ, ലെറ്റ്സ് സീ. സ്ട്രെങ്ത്, ലവ്, ട്രസ്റ്റ്. ഓക്കെ, ഇത് 3 പൈലായിട്ട് നിങ്ങൾ എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വാക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ല നിങ്ങൾക്ക് ഈ സ്റ്റോൺ ഇഷ്ടമാവുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതിൽ നിന്ന് ഏത് സ്റ്റോൺ ആണോ ഇഷ്ടം അങ്ങനെ ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കുറച്ചുകൂടെ അടുത്തത് സ്ട്രെങ്ത്. ഇതൊരു ബ്ലൂയിഷ് കളറാണ്. ഇത് ഓൾമോസ്റ്റ് വൈറ്റ് അല്ല, ബ്ലൂയിഷ് ആണ്. ഓക്കെ, ലവ് എന്ന് എഴുതിയിട്ടുണ്ട്. ബ്രൗൺ കളർ സ്റ്റോൺ ആണ്, സാൻഡ് സ്റ്റോൺ പോലെ ഇരിക്കുന്നുണ്ട്. ട്രസ്റ്റ് ആണ്. ഇതൊരു ബ്ലൂ ആൻഡ് വൈറ്റ് മിക്സ് ആയിട്ടുള്ള സ്റ്റോൺ ആണ് ട്രസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഏതർ കളർ ആ വാക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. ഓക്കെ, സ്ട്രെങ്ത്, ലവ്, ട്രസ്റ്റ്. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് സ്ട്രെങ്ത് ഒന്ന് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവർക്ക് നിങ്ങളുടെ ഫോക്കസ് ഐ തിങ്ക് സ്ട്രെങ്ത്തിലേക്ക് കൊടുക്കാം നമുക്ക്. അതായത് നിങ്ങളിപ്പോൾ സ്ട്രെങ്ത് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ധൈര്യം ആവശ്യമുണ്ട്, സ്ട്രെങ്ത് ആവശ്യമുണ്ട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ. ഓക്കെ, ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിലായിരിക്കാം. ഓക്കെ, സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്ട്രോങ് ആവണം എന്നുള്ള ഒരു അഡ്വൈസ് ആയിരിക്കാം യൂണിവേഴ്സിന്. നിങ്ങൾക്ക് സ്ട്രോങ് ആവണം എന്ന ആഗ്രഹം ഉണ്ടാവാം, എന്തെങ്കിലും ആ തരത്തിലായിരിക്കാം. ഓക്കെ, നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് എന്തൊക്കെയാണ് മെസ്സേജ് നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളുടെ എടുക്കുന്നില്ല, ജസ്റ്റ് നമുക്ക് എന്താണോ ഗൈഡൻസ് യൂണിവേഴ്സിന് വരുന്നത് അങ്ങനെ നോക്കാം. ഓക്കെ, നിങ്ങളുടെ മൈൻഡിലുള്ള എന്തെങ്കിലും കാര്യത്തിനൊരു സൊല്യൂഷനായിട്ടോ എന്തെങ്കിലും ആൻസർ ആയിട്ടോ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. പൈസീസ്, ദ സൈൻ ഓഫ് ഫിഷ്, അഷ്യൂർസ് ദാറ്റ് എവറിത്തിങ് വിൽ ഫോൾ ഇൻ ടു പ്ലേസ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് കാര്യങ്ങൾ എല്ലാം അതിൻ്റേതായ സമയത്തിൽ അതിൻ്റേതായ ഒരു രീതിയിൽ എല്ലാം നടക്കും. ഓക്കെ, എല്ലാം ശരിയായിട്ട് വരും. ഫോൾ ഇൻ ടു പ്ലേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും കറക്റ്റായിട്ട് അതിൻ്റെ സമയത്ത് നടക്കും, അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കും എന്നെടുക്കാം. എല്ലാം അറേഞ്ചായിട്ട് വരും എന്നൊക്കെ പറയില്ലേ, അതിന് ഒരു അറേഞ്ചായിട്ട് ഓട്ടോമാറ്റിക്കലി വന്നോളും എന്നാണ് പറയുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കാം നിങ്ങളോട് സ്ട്രെങ്ത് പറയുന്നത്. നിങ്ങളോട് പറയുന്നത് വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾ, അല്ലേ? നമ്മളിപ്പോൾ ഫോൾ ഇൻ ടു പ്ലേസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സായിട്ട് എല്ലാം അറേഞ്ച് ചെയ്തോളും എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത് വെക്കേണ്ട സമയമായിരിക്കാം. കുറച്ചുകൂടി പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സ്ട്രെങ്ത് കിട്ടാൻ, എല്ലാ കാര്യങ്ങളും ഒന്ന് ശരിയായി വരണം വരെ നിങ്ങളുടെ ഉള്ളിലൊരു സ്ട്രെങ്ത് നിങ്ങളൊന്ന് കൊണ്ടുവരണം. ഓക്കെ, നിങ്ങൾ സ്ട്രോങ് ആയി നിൽക്കണം കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. ചിലപ്പോൾ ഇപ്പോൾ നിരാശ തോന്നിയേക്കാം, ഒന്നും നടക്കുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് നിരാശ തോന്നിയേക്കാം. എപ്പോഴാണ് നടക്കുക എന്നുള്ള ആങ്സൈറ്റി ഉണ്ടാവാം. അപ്പോൾ നിങ്ങളോട് പറയുന്നത് സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കുറച്ചുകൂടി നിങ്ങൾ സ്ട്രോങ് ആവും, മെൻ്റലി സ്ട്രോങ് ആവുന്ന കാര്യമാണ്. ചിലവർക്ക് ഫിസിക്കലി സ്ട്രെങ്ത്തിൻ്റെ ആവാം. ഓക്കെ, നിങ്ങളുടെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു അഡ്വൈസ് ആയിട്ട് എടുക്കാം. ഓക്കെ, കാര്യങ്ങളെല്ലാം നടക്കും അതിൻ്റേതായ ഒരു സമയത്ത്, എല്ലാം നടന്നോളും. പക്ഷേ മേ ബി ചില ഡിലേസ് ഉണ്ടാവാം, അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ടെൻഷൻ. ചില കാര്യങ്ങൾ കറക്റ്റായിട്ട് പക്ഷെ നടക്കാനുള്ള അതിൻ്റെതായ സമയത്ത് നടന്നോളും എന്നാണ് പറയുന്നത്. ഇവിടെ എല്ലാം നടക്കും എന്നുള്ള അഷ്വറൻസ് യൂണിവേഴ്സ് തരുന്നുണ്ട്. പക്ഷേ നിങ്ങളോട് വെയിറ്റ് ചെയ്യാനായിരിക്കും പറയുന്നത്. ഓക്കെ, സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇവിടെ വെയിറ്റിങ്ങിൻ്റെ ഒരു എനർജി എനിക്ക് തോന്നുന്നുണ്ട്. വെയിറ്റിങ്ങിൽ ആ വെയിറ്റ് ചെയ്യാൻ നമുക്കൊരു ധൈര്യം വേണം, അല്ലേ? ഒരു കോൺഫിഡൻസ് വേണം. പ്രതീക്ഷ കൈവിടണ്ട എന്നാണ് പറയുന്നത്. സ്ട്രോങ് ആയിട്ടിരിക്കുക. ഓക്കെ, നമുക്ക് ഒറാക്കിൾ മിസ്റ്റേഴ്സിന് ഗൈഡൻസ് ടാരോ ഒന്ന് എന്താന്ന് നോക്കാം. ഇത് ടാരോ ആണ്, ഗൈഡൻസ് രണ്ടും ആണ്, ഒറാക്കിളും ആണ്. ഓക്കെ, ഡ്രാഗൺ ഫ്ലൈ സ്പിരിറ്റ്. ആക്ച്വലി ഇന്നലെ ഞാൻ റീഡിങ് എടുത്തപ്പോൾ ഞാൻ കുറേ ആലോചിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. ഇത് ഡ്രാഗൺ ഫ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്, പുൽച്ചാടിയാണോ എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ വന്നത്. നല്ല തുമ്പിയാണ്. ഓക്കെ, നമ്മൾ തുമ്പിയെ പറയുന്നതാണ് ഡ്രാഗൺ ഫ്ലൈ.
ഓക്കെ, എനിക്ക് ഇന്നലെ ഞാൻ മറ്റേ സെയിം വന്നിട്ട് ഞാൻ കുറേ നേരം ആലോചിച്ചു, എനിക്ക് സോറി. ഓക്കെ, ഇവിടെയും സെയിം കാർഡ് വന്നിട്ടുണ്ട്, ഡ്രാഗൺ ഫ്ലൈ സ്പിരിറ്റ്. ഞാൻ പറയാം, 3 കാർഡ്സ് എടുത്തിട്ട് പറയാം. പോർക്യുപൈൻ സ്പിരിറ്റ്, കാറ്റ് സ്പിരിറ്റ്, 16 കൊയോട്ടെ സ്പിരിറ്റ്, ആന്റിലോപ്പ്, ബോബ് ക്യാറ്റ് സ്പിരിറ്റ്. ലൈഫ് ഈസ് എ മിസ്റ്ററി എന്ന് പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കാര്യത്തിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് ഐ തിങ്ക് നിങ്ങൾക്കൊരു ഉറപ്പില്ല ഇപ്പോൾ. ഓക്കെ, നിങ്ങൾക്കത് നിങ്ങളുടെ മുമ്പിൽ കാണുന്നില്ല. സോ ആ വെയിറ്റ് ചെയ്യാൻ, അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവും നമുക്കല്ലേ. എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഇല്ലേ എന്നറിയാതെ നമുക്ക് ആ വെയിറ്റിംഗ് എനർജി വല്ലാത്ത ബുദ്ധിമുട്ടാണ് ശരിക്കും. സോ നിങ്ങളോട് അതുകൊണ്ടായിരിക്കും യൂണിവേഴ്സ് പറയുന്നത് ഇതൊരു മിസ്റ്ററി ആണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ. ഓക്കെ, ട്രസ്റ്റ് ചെയ്തേ പറ്റും, പക്ഷേ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്ന രീതിക്കാണ് നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം. ഡ്രാഗൺ ഫ്ലൈനെ പോലെ ഇതെല്ലാം പറയുന്നത് എന്താ പറയുക, നിങ്ങൾ ഈ അനിമൽസിനെ പോലെ ആവണം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ക്യാരക്ടേഴ്സ് നിങ്ങളിലേക്ക് വരണം എന്നാണ് പറയുന്നത്. അതായത് ഡ്രാഗൺ ഫ്ലൈ സ്പിരിറ്റ് ട്രൂത്ത് ട്രാൻസെൻസ് ഇല്യൂഷൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ തെളിഞ്ഞു വരും, മനസ്സിലാവും നിങ്ങൾക്ക് എന്നാണ് പറയുന്നത്. ട്രൂത്ത് നിങ്ങൾ മനസ്സിലാക്കും എന്ന് പറയുന്നുണ്ട്. പോർക്യുപൈൻ സ്പിരിറ്റ് ടൈം ഫോർ ദ ബിഗിനർ മൈൻഡ്. ഓക്കെ, പോർക്യുപൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മേലെ മുള്ളുള്ളത് നമ്മൾ സ്വയം പ്രൊട്ടക്ട് ചെയ്യുക, അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ. അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തയ്യാറെടുക്കുക, എന്തും ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറെടുക്കുക, എന്തും ചെയ്യാൻ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുക. അതിനുവേണ്ടി നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക, നിങ്ങളൊന്ന് പ്രിപ്പയർ ആവുക, ധൈര്യത്തിൽ പക്ഷേ മുന്നോട്ട് പോവുക എന്നുണ്ട്. ഓക്കെ, പക്ഷേ പ്രിപ്പറേഷൻ വേണം അതിന്. ആൻഡ് കാറ്റ് സ്പിരിറ്റ് ക്ലെയിം യുവർ ഇൻഡിപെൻഡൻസ്. കാറ്റ്സ് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. നമ്മൾ പൂച്ചകൾ എങ്ങനെയാണ്, ആരുടെയും അങ്ങനെ ഒരുപാട് പെറ്റൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിലിരുന്നാലും നമ്മളെ വലിയ കാര്യമൊക്കെ ആണെങ്കിലും ആ പൂച്ച അങ്ങനെ കാണിക്കില്ല അല്ലേ. അതിൻ്റെതായ ഒരു സ്പേസ് വേണം ഇടയ്ക്ക്, അതിൻ്റെതായ ഒരു ഇൻഡിപെൻഡൻസ് വേണം. അത് കുറച്ച് നേരം നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്ന് മുട്ടി ചെയ്താക്കിയൊക്കെ നിന്നാലും അതിന് പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്നേഹപ്രകടനം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോയിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് അതിരിക്കും. അങ്ങനെയല്ലേ ഒരു പൂച്ചകൾക്കൊരു ഒരു ഒരു പ്രൗഡാണെന്ന് പറയും നമ്മളൊക്കെ അല്ലേ, ഒരു അഹങ്കാരമാണെന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പക്ഷെ അതൊരു ഇൻഡിപെൻഡൻസ് കൂടിയാണ്. അതായത് മറ്റുള്ളവരെ അങ്ങനെ ആവശ്യത്തിന് വേണം എല്ലാവരും, പക്ഷെ എന്നാലിട്ട് അതിൻ്റെതായ ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളും ആവണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആവുക നിങ്ങൾ. ട്രസ്റ്റ് ഇൻ ഡിവൈൻ ഡിറ്റൂൾസ്. ഓക്കെ, എന്തെങ്കിലും ഞാൻ പറഞ്ഞു കാര്യങ്ങൾ എല്ലാം ഡിവൈൻ്റെ കയ്യിലാണ്. ഓക്കെ, ഡിവൈൻ തീരുമാനിക്കുക. ഡിവൈൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്കത് കാണുന്നുണ്ടാവില്ല, പക്ഷെ ഡിവൈൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ച പോലെ നടക്കാതെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. കുറച്ച് കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിലെത്തും. അതിനു വേണ്ടി ചില ഡിറ്റൂൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ വഴി തിരിഞ്ഞു പോകാന്ന് പറയും. ചില വഴികൾ എവിടെയെങ്കിലുമൊക്കെ വഴിയിൽ പണി നടക്കണു എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ വഴിയിലേക്ക് പിടിച്ചിടില്ലേ, തിരിഞ്ഞു പോകാൻ പറയും അല്ലേ. അപ്പോൾ അതുപോലെയുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, കൊയോട്ടെ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഫോക്സിൻ്റെ ഒരു രൂപമാണ്, കുറുക്കൻ്റെ രൂപമാണ്. എന്ന് വെച്ചാൽ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു അനിമൽ എന്ന രീതിയിൽ പറയാം. ഓക്കെ, ആൻഡ് ആന്റിലോപ്പ് സ്പിരിറ്റ് ലൈഫ് ഇസ് സ്പീഡിങ് അപ്പ്. യെസ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും, മുന്നോട്ട് നടക്കും, വേഗം നടക്കും. പെട്ടെന്ന് മാറ്റങ്ങളൊക്കെ വരാനുള്ള സമയമായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് മാറ്റങ്ങൾ വരാനുള്ള സമയമായി എന്നും പറയാം. അല്ലെങ്കിൽ വരും, മാറ്റങ്ങൾ വരും. പക്ഷേ പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങളിപ്പോൾ സ്ലോ ആയിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കേണ്ട, അത് സ്പീഡ് ആവാൻ അധികം സമയമൊന്നും വേണ്ട. ഓക്കെ, യൂണിവേഴ്സ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്, എല്ലാം പ്രോപ്പറായിട്ടൊരു വഴിയിൽ എത്തും എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്പേഴ്സ് ഇവിടെ ഉണ്ട്. ആക്ച്വലി 222 കണ്ടതുകൊണ്ട് ഞാനത് പറയുന്നു. 22, 2, 48, 13, 16. ഓക്കെ, ഇവിടെ 4 പറയാം, ഇവിടെയും 4 ആണ്. ആൻഡ് ഇവിടെ 12, അപ്പോൾ 3, ഇവിടെ 7. ഓക്കെ, ഇവിടെ ഒരു 8 ഉണ്ട്. സോ ഈ നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആവാം. ആൻഡ് നിങ്ങളോട് സ്ട്രെങ്ത് വെച്ച് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്, അല്ലെങ്കിൽ പിടിച്ചു വെക്കുക. ഓക്കെ, കാര്യങ്ങൾ ശരിയാവും, എല്ലാം അതിൻ്റെതായ ഒരു സമയത്തിൽ. എന്താണ്, അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ, സമയമുണ്ട്, ശരിയാവും. ഓക്കെ, നമുക്ക് പൈൽ 2ലേക്ക് പോകാം. ഏതായിരുന്നു, ലവ് ആയിരുന്നു അല്ലേ. ഓക്കെ, ഞാൻ മറന്നു. ഓക്കെ, ഇതിവിടെ വെച്ചാൽ ഞാൻ കൺഫ്യൂസ്. ഓക്കെ, ലവ് ആണ് സെക്കൻഡ് പൈൽ. ഓക്കെ, സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്ക് നമുക്ക് നോക്കാം. ആദ്യം ബുക്ക് ഓഫ് ആൻസേഴ്സിന് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൻ്റെ കാര്യത്തിനെ കുറിച്ച് നമുക്കൊരു ആൻസർ ആയിട്ട് എന്താ യൂണിവേഴ്സ് കിട്ടുന്നത് നോക്കാം. ലെറ്റ്സ് സീ. ടേക്ക് എ ഡിപ്പ്. ഓക്കെ, ടേക്ക് എ ഡീപ് ബ്രീത്ത് എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ആക്ച്വലി എനിക്ക് തന്നെ ഒരു ആങ്സൈറ്റി തോന്നി. അപ്പോൾ ഇവിടെ പറയുന്ന ആദ്യത്തെ വേർഡ് തന്നെ റിലാക്സ് എന്നാണ്. റിലാക്സ്. ഓൺലി ദെൻ വിൽ ദ ടീ ലീവ്സ് ഈൽഡ് ആൻ ആൻസർ. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ ടാരോ പോലെ തന്നെ പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ, പല തരത്തിലും ഉണ്ട്.
നിങ്ങൾ തന്നെ ചിലപ്പോൾ പലതും നിങ്ങളുടെ മുമ്പിൽ കാണാറുണ്ടാവും യൂട്യൂബിലൊക്കെ. ടീ ലീവ്സ് വായിക്കുക എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ചായ ഇങ്ങനെ കുടിച്ചിട്ട്, നമ്മുടെ ചായ എന്ന് പറയുമ്പോൾ പാലൊഴിച്ച ചായ അല്ല, വെറും കട്ടൻ ചായ പോലത്തെ, അത് പക്ഷെ ലീവ്സ് യൂസ് ചെയ്തുണ്ടാക്കുന്ന, ചായയുടെ ലീവ്സ് യൂസ് ചെയ്തുണ്ടാക്കുന്ന, അല്ലെങ്കിൽ പൊടിയായാലും ഐ തിങ്ക് നടക്കും തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. അതിനെ കുടിച്ചിട്ട് ഇങ്ങനെ ആ കപ്പിനെ കമഴ്ത്തി വെക്കും. എന്നിട്ട് ആ കപ്പ് ഇങ്ങനെ വെള്ളം മുഴുവൻ ഫുൾ ഡ്രൈ ആയ ശേഷം ഈ ബാക്കിയുള്ള ലീവ്സ് ഇങ്ങനെ ആ കപ്പിൽ പിടിച്ച് കിടക്കുന്നതിനെ നോക്കി വായിക്കുന്ന ആൾക്കാരുണ്ട്. അതും ഒരു തരത്തിൽ ഫോർച്യൂൺ ടെല്ലിംഗ് എന്ന രീതിയിലാണ് അതിനെയും പറയാം, ചീട്ടെടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം റിലാക്സ് ആവണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ടാരോനോട് ചോദിച്ചാലും ശരി, യൂണിവേഴ്സിനോട് ചോദിച്ചാലും ശരി, അല്ല നിങ്ങൾ വേറെ ആരോടെങ്കിലും പോയിട്ട് ആരോട് നിങ്ങൾ പോയി ചെക്ക് ചെയ്യാനിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്കൊരു ആൻസർ വേണമെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ്റെ ആൻസർ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ റിലാക്സ് ആവണം എന്നാണ് പറയുന്നത്. ലവ് എന്നുണ്ട്, ഓക്കെ, കണക്ഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്സിനെ കുറിച്ചായിരിക്കാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ ഒരുപാട് ആങ്ഷ്യസ് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പം നിങ്ങളോട് ഇവിടെ റിലാക്സ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ കറക്റ്റ് ടൈമിൽ ഞാൻ ഡീപ്പ് ബ്രീത്ത് എടുക്കാം എന്ന രീതിയിൽ ഞാൻ പറയുകയും ചെയ്തു. സോ ഒന്നുകൂടി നമുക്ക് എടുത്തേക്കാം, ഒന്ന് റിലാക്സ് ആയിട്ട് ഒരിക്കൽ കൂടി നമുക്ക് ചോദിച്ചു നോക്കാം. നിങ്ങൾ റിലാക്സ് ആവാനുണ്ട് എന്നാണ് മെയിനായിട്ട്. ഓക്കെ, ഒന്ന് ടെൻഷനില്ലാതെ ടെൻഷനൊക്കെ ഒന്ന് വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. കണ്ടു, വീണ്ടും വന്നത് അതാണ്. നമ്മൾ മാച്ച് വരുന്നത് വളരെ ടീ ലീവ്സ് ആണ് വീണ്ടും വന്നത്. ഇതിൽ കുറേ ടൈപ്പ് ഉണ്ട്. ഓക്കെ, വീണ്ടും വന്നത് പക്ഷേ ടീ ലീവ്സിനെ കുറിച്ച് തന്നെയാണ്. ആർ ഇൻ ദ ഷേപ്പ് ഓഫ് എ ഷെൽ, വാട്ട് എവർ യു ഡിസയർ ഷാൽ ബി യുവേഴ്സ്. ഇതുണ്ടോ ഈ കപ്പിന്റെ പിക്ചർ ഉണ്ടോ? ഇങ്ങനെ നമ്മൾ കുടിച്ചിട്ട് ആ കപ്പ് തിരിച്ചു വെച്ചു. അപ്പോൾ അതിൽ പറയുന്നത് ആ ടീ ലീവ്സിൽ ഇപ്പോൾ കാണുന്നത് ഒരു ഷെല്ലിന്റെ ഷേപ്പ് ആണെന്നാണ്. നമ്മുടെ കടൽ തീരത്തൊക്കെ കിട്ടുന്ന ഷെൽസ് അല്ലേ, അതിന്റെ ഒരു ഷേപ്പാണ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഷെല്ലൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഒരു ലക്ക് വരുന്നു, നമുക്ക് ലക്ക് വിഷ് ആഗ്രഹം നടക്കുമെന്ന രീതിക്കൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ വാട്ട് എവർ യു ഡിസയർ ഷാൽ ബി യുവേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നടക്കും നിങ്ങളുടെ കാര്യങ്ങൾ, പക്ഷെ ഒരല്പം നിങ്ങൾ റിലാക്സ് ആവാനുണ്ടായിരുന്നു. ഇവിടെ റിലാക്സ് ഓൺലി ദെൻ ദ ടീ ലീവ്സ് വിൽ ഗീൽഡ് ആൻ ആൻസർ. നിങ്ങളൊന്ന് റിലാക്സ് ആയിട്ട് നമ്മൾ വീണ്ടും ചോദിച്ചപ്പോൾ ടീ ലീവ്സിന്റെ ഷേപ്പ് നമുക്ക് കിട്ടി, ഷെൽ എന്ന ഷേപ്പ് കിട്ടി. ഷെൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വിഷ് മാനിഫെസ്റ്റേഷൻ്റെതായിട്ട് എടുക്കാം. നിങ്ങൾക്ക് ലക്ക് വരുന്നു എന്നെടുക്കാം. അതിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ബന്ധങ്ങളിൽ ഒന്നുമില്ലെങ്കിൽ ബെറ്റർ ആവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരും. ഓൾറെഡി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് റിലേഷൻഷിപ്പ് ബെറ്റർ ആവും എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ലവ് എന്ന് വരും. അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നടക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നല്ല കാര്യം, ലക്ക് നിങ്ങൾക്ക് വരുന്നു എന്നാണ്. പക്ഷേ നിങ്ങൾ ഐ തിങ്ക് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആലോചിച്ച് കൂട്ടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് റിലാക്സ് ചെയ്യാം. ഓക്കെ, നെഗറ്റീവ് ആലോചിച്ച് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് തന്നെ നടക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ശ്രദ്ധിക്കാം. ഐ തിങ്ക് ഇന്നത്തെ എൻ്റെ മോർണിംഗ് മെസ്സേജ് അത് അല്ല, ഏതായിരുന്നു എന്നിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ കാർഡ്സിന് കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഡോഗ് സ്പിരിറ്റ്, സ്പൈഡർ സ്പിരിറ്റ്, നൈറ്റിംഗേൽ, love is all around. Okay, good. Lizard, grasshopper, good. ഓക്കെ, ആദ്യം പറയുന്നത് നിങ്ങളോട് ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ അവനവനെ ആദ്യം നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ അർഹിക്കുന്നുണ്ട് നല്ലത് എന്നുള്ളത് നിങ്ങൾ ആദ്യം വിശ്വസിക്കുക. എനിക്കത് പറയാനാണ് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ നല്ലത് അർഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സ്നേഹം അർഹിക്കുന്നുണ്ട്, നിങ്ങൾ സ്നേഹമുള്ള ഒരു വ്യക്തി അർഹിക്കുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരാൻ അങ്ങനെ അർഹിക്കുന്നുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പ് ആയാലും അല്ല, ഇപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും കാര്യത്തിലായാലും എന്തിലായാലും ശരി, നിങ്ങൾ അർഹിക്കുന്നുണ്ട് നല്ലത്. ഓക്കെ, ഡോഗ് സ്പിരിറ്റ്, ബി ലോയൽ ടു വാട്ട് യു ലവ്. ഓക്കെ, നിങ്ങളോട് പറയുന്ന ലോയൽ ആവാൻ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഫെയ്ത്ത്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതിനോട് നിങ്ങൾ ഫെയ്ത്ത്ഫുൾ ആയിട്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതിപ്പോൾ റിലേഷൻ ആയാലും ശരി, കരിയർ അങ്ങനത്തെ കാര്യങ്ങളായാലും ശരി, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ ഓക്കെ, അതിനെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതിനോട് എപ്പോഴും ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, മേക്ക് യുവർ ഡ്രീംസ് റിയൽ. യെസ്, ഐ തിങ്ക് നിങ്ങൾക്ക് എന്തോ ആഗ്രഹങ്ങളുണ്ട്, ആ ആഗ്രഹങ്ങൾ നിങ്ങൾ വിട്ടുകളയണ്ട എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ലോയലായിട്ടിരിക്കുക അതിനോട്. എന്ന് വെച്ചാൽ ആ ആഗ്രഹങ്ങൾ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതാണ്, നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അത് നിങ്ങൾ അർഹതയുള്ളതാണ്, നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ഓക്കെ, നിങ്ങൾക്ക് സാധിക്കുന്നതാണ്, നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ഒരു ഡ്രീം അത് വിട്ട് കളയണ്ട. ഓക്കെ, മേക്ക് യുവർ ഡ്രീംസ് റിയൽ. നിങ്ങൾ അതിന് വേണ്ടി എഫേർട്ട് ഇടുക. ഓക്കെ, നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾ റിയൽ ആക്കാനുള്ള എഫേർട്ട്സ് ഇടുക. അത് എന്ത് തന്നെയായാലും ശരി. നൈറ്റിംഗേൽ സ്പിരിറ്റ്, ലവ് ഈസ് ഓൾ അറൗണ്ട്.
നിങ്ങൾ ചിലപ്പോൾ സംശയിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ റിലേഷൻഷിപ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവാം. പേഴ്സണിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അവനവനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല, അതൊരു കാര്യം. വേറെ പേഴ്സണിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല, അതും ആവാം. നിങ്ങളോട് പറയുന്ന പക്ഷേ ലവ് ഈസ് ഓൾ അറൗണ്ട് യു എന്നാണ് പറയുന്നത്. സ്നേഹം നിങ്ങളുടെ ചുറ്റുമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പേഴ്സണിലാവണമെന്നില്ല. ഓക്കെ, ചിലപ്പോൾ വേറെ, പക്ഷെ നിങ്ങളുടെ ചുറ്റും നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് എന്ന രീതിയിൽ പറയാം. സ്നേഹമുണ്ട് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളത് ചിലപ്പോൾ കാണാതെ ആയിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ഡ്രീം, സെയിം തിങ്, ഡ്രീം ദ വേൾഡ് ഇൻ ടു ബീങ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നടത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങളെ സ്വപ്നം കണ്ടിരുന്നിട്ട് തന്നെ നിങ്ങൾക്കത് ശരിക്കും നിങ്ങളുടെ റിയാലിറ്റി ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വിഷ്വലൈസിങ് മെത്തേഡ് എന്ന് പറയും നമ്മൾ, അതായത് മനസ്സിൽ നമ്മൾ ആ ഒരു പിക്ചർ ഓൾറെഡി നടന്നു എന്ന രീതിയിൽ നമ്മൾ പിക്ചർ ചെയ്ത് എപ്പോഴും അത് ആ തോട്ട് വിടാതെ, സംശയിക്കാതെ, ഒരിക്കലും നിങ്ങൾ അതിന് ഡൗട്ട് വരരുത് അവിടെ. ഓക്കെ, ഡൗട്ട് വരാതെ, അതാണ് ബിലീവ് ഇൻ യുവർ സെൽഫ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നടന്ന് കിട്ടും. ഓക്കെ, പക്ഷെ നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങളുടെ മൈൻഡിൽ ആ തോട്ട് നിങ്ങൾ എപ്പോഴും വെക്കണം. ആൻഡ് ഗ്രാസ് ഹോപ്പർ ആൻഡ് ഓക്കെ, ആക്ച്വലി അതിന് വേണ്ടി ആക്ഷൻസും എടുക്കണം കേട്ടോ. അതിന് വേണ്ടി ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. ഓക്കെ, ടേക്ക് എ ലീപ്പ് ഓഫ് ഫെയ്ത്ത്. ഓക്കെ, നിങ്ങൾ എന്തോ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്, അത് നിങ്ങൾ തുടങ്ങിക്കോളൂ എന്ന് തന്നെയാണ് പറയുന്നത്. അതിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായാലും കരിയറിൻ്റെ കാര്യത്തിലായാലും നിങ്ങളുടെ ബിസിനസ്സോ സ്വന്തമായിട്ട് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യമോ എന്ത് തന്നെയായാലും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, തുടങ്ങിക്കോളൂ. ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുത്തോളൂ എന്നാണ് പറയുന്നത്. ഒരു ഫുൾ കാർഡിൻ്റെ എനർജി പോലെയാണ്. സ്റ്റാർട്ട് വാട്ട് എവർ യു വോണ്ട് ടു ഡു. നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തുടങ്ങൂ എന്നാണ് പറയുന്നത്. റിസ്ക് ആണ്, ലേശം ഇല്ല എന്നല്ല, ചെറിയ റിസ്ക് ഒക്കെ എടുക്കാൻ നമുക്ക് സാധിക്കില്ല, നമുക്കൊരു സക്സസ് കിട്ടില്ല. ഓക്കെ, നമ്പർ 19 ഉണ്ട്. 10 ആയിരിക്കാം, 1 ആയിരിക്കാം. 1 എന്ന് പറയുമ്പോൾ ന്യൂ ബിഗിനിങ് ആണ്, സോ ഗുഡ്. ഓക്കെ, 56, ഇപ്പം 11 അഗെയിൻ 1 ആണ്. 1 ആണ്. സോ നമ്പർ 1 നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങളുടെ കാര്യമാണ് കാണുന്നത് ഇവിടെ. ആൻഡ് നമ്പർ 2 ഓൾസോ 41, 5, 38, അഗെയിൻ 11. ഓക്കെ, 11 ഇവിടെയും ഒരു 10, 1 വന്നു. ഓക്കെ, 1 കുറേ ഉണ്ട് ഇവിടെ കേട്ടോ. ആൻഡ് 30, സോ 3 ആവാം. ആൻഡ് 1, 2, 3 എന്നും പറയുന്നുണ്ട്. ഇവിടെ 2 ഉണ്ടായിരുന്നു, 3 ഉണ്ടായിരുന്നു. ഓക്കെ, ഗുഡ്. 57 അല്ലേ, 12 അല്ലേ, 12, 3. ഓക്കെ, വേറെ. ഓക്കെ, 3 ഉണ്ട് റിപ്പീറ്റിംഗ്. 1, 2, 3 എന്ന് പറയാം. ആക്ച്വലി എനിക്ക് അങ്ങനെ പറയുന്ന പോലെ ഉണ്ട്. നിങ്ങൾക്കൊരു പ്രോഗ്രസ്, നിങ്ങൾക്കൊരു ഗ്രോത്ത് കാണുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. നിങ്ങളുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിനെ കുറിച്ചാണെങ്കിൽ അതും നിങ്ങൾക്ക് നല്ലത് നടക്കും. അല്ല, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും നേടാനുള്ളത് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രമിക്കുക, അതിനെ വിട്ടുകൊടുക്കണ്ട. നിങ്ങൾ ശ്രമിക്കുക, ഒരു റിസ്ക് എടുത്തിട്ടായാലും മുന്നോട്ട് ചെയ്യുക എന്നുണ്ട്. ഓക്കെ, സോ സെക്കൻഡ് പൈൽ ലവ് ആയിരുന്നു. നമുക്ക് തേർഡ് പൈലിലേക്ക് പോവാം. ട്രസ്റ്റ്. നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ ആരെങ്കിലും എന്നുള്ള ക്വസ്റ്റൻ ആയിരിക്കാം. ഓക്കെ, ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, ഒരു ജോലിയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ട്രസ്റ്റ് ചെയ്യണോ എന്നായിരിക്കാം. ആ ജോലി എടുക്കണോ, ആരെങ്കിലും ട്രസ്റ്റ് ചെയ്യണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കാം. നോക്കാം നമുക്ക്. അല്ലെങ്കിൽ നിങ്ങളോട് ട്രസ്റ്റ് കൊണ്ടുവരൂ എന്നുകൂടി യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ ബുക്ക് ഓഫ് ആൻസേഴ്സിന് ജസ്റ്റ് നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് തേർഡ് പൈൽകാർക്ക്. ഓക്കെ, എത്ര ലോങ് ആക്കരുതെന്ന് വിചാരിച്ചാൽ അവസാനം അത് ലോങ് ആയി പോകും. ഓക്കെ, you have rolled an 8 which indicates that someone is pressuring you. Push them back. ട്രസ്റ്റിൻ്റെ കാര്യം. ഓക്കെ. ഒരു പേജ് കൂടി ഞാൻ എടുക്കുകയാണ്. ഇത് പോയാലും കുഴപ്പമില്ല അല്ലേ. ഓക്കെ, ഓർമ്മ വയ്ക്കാം. ആരോ നിങ്ങളെ പ്രഷറൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ, എന്തെങ്കിലും തീരുമാനം എടുക്കാൻ ആരെങ്കിലും പ്രഷർ ചെയ്യുന്നുണ്ടാവും. എന്ന് വെച്ചാൽ സമയമില്ല, അധികം സമയമില്ല, നമുക്ക് പെട്ടെന്ന് തീരുമാനം എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ എന്ത് കാര്യത്തിലായാലും ഓക്കെ, ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും പ്രഷർ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി, വേറെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ആരെങ്കിലും പ്രഷർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ പുഷ് ബാക്ക് ചെയ്യൂ എന്നാണ് പറയുന്നത്. അവരെ തള്ളി മാറ്റൂ എന്നാണ് പറയുന്നത്. അവരെ പിന്നോട്ട് തള്ളി മാറ്റൂ എന്നാണ് പറയുന്നത്. അതായത് അവർ പറഞ്ഞ കേൾക്കണ്ട എന്ന രീതിക്കാണ്. ഓക്കെ, സോ ട്രസ്റ്റിൻ്റെ കാര്യമായിട്ട് എനിക്ക് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു പേജ് കൂടെ ഞാൻ എടുക്കാം. കാരണം അത്ര വേഗം ട്രസ്റ്റ് ചെയ്യേണ്ട, കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ ഫുള്ളായിട്ട് നിങ്ങൾ മനസ്സിലാക്കാതെ അതിൽ കയറി യെസ് പറയണ്ട എന്ന രീതിക്കാണ്. ഓക്കെ, 1 more പേജ്. ഹോപ്പ്ഫുള്ളി യൂണിവേഴ്സ് നല്ലൊരു ആൻസർ തരൂ. യെസ്. ദ മജീഷ്യൻ കാർഡ് വാണ്ട്സ് ദാറ്റ് യു ആർ ടേക്കിംഗ് ആൻ അൺഎക്സ്പെക്റ്റഡ് റിസ്ക്. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് ഇതൊരു റിസ്ക് കാര്യമാണ്. ഓക്കെ, പെട്ടെന്ന് എടുത്ത് ചെയ്യേണ്ട എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത്
ഓക്കെ. ഇവിടെ അതായത് ഈ ഇപ്പോൾ ഒരു പേഴ്സൺ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ, ഓക്കെ, ഒരു പേഴ്സൺ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓർഗനൈസേഷൻ ആവാം, ആരെങ്കിലും ലോൺ എടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയണം, ലോൺ എടുക്കുക എന്ന് പറഞ്ഞ് പ്രഷർ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളെ പ്രഷർ ചെയ്യുന്നുണ്ടാവാം, അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പ്രഷർ ചെയ്യുന്നുണ്ടാവാം. ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്നല്ല, ചിലപ്പോൾ അറിയുന്ന ആരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, വേഗം പെട്ടെന്ന് പക്ഷെ ഇന്ന് തീരുമാനം എടുക്കണം, ഇന്ന് തന്നെ തീരുമാനം എടുക്കണം, സമയമില്ല എന്ന് പറയുന്ന പോലെ അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതവിടെ ചെയ്യേണ്ട എന്നുള്ളൊരു വാർണിംഗ് ആണ് എനിക്കിവിടെ കിട്ടുന്ന, വാർണിംഗ് ആണ്. ഓക്കെ, സൂക്ഷിക്കണം. ഇത് നിങ്ങൾക്ക് നല്ല കാര്യമല്ല. ട്രസ്റ്റ് ചെയ്യാൻ, നിങ്ങളുടെ ട്രസ്റ്റ് നിങ്ങൾക്ക് ഡൗട്ട് വന്നത് കറക്റ്റാണ്. ഇവിടെ ട്രസ്റ്റ് ചെയ്യണത് ലേശം സൂക്ഷിച്ചു മതി. ഓക്കെ, ഞാൻ കാർഡ്സ് കൂടി നോക്കട്ടെ എന്നിട്ട് പറയാം. ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നില്ല. ഓക്കെ, അവരെ പുഷ് ചെയ്ത് മാറ്റാനാണ് പറഞ്ഞത്. അവരെ വേണ്ട എന്ന, നോ എന്ന രീതിക്കാണ് ആൻസർ വന്നത്, വാർണിംഗ് ആണ് വന്നത്. സൂക്ഷിക്കാം. തേർഡ് പൈൽകാരൻ, നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെ ഒന്ന് ഇപ്പോൾ ആരെങ്കിലും നിങ്ങളെ പ്രഷറൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് അതിൽ പോയി ചാടരുത്. ഇത് അധികം പേര് ചൂസ് ചെയ്യൂല, എനിക്കറിയാം. ഈ വാക്കൊന്നും അത്ര വേഗം ആരും വരില്ല. ജിറാഫ് സ്പിരിറ്റ്, see the bigger picture. Lion spirit, be generous of spirit. Dolphin spirit, this and that are true. Moth spirit, surrender now. Spirit has your back. It's to life. Okay. ഇവിടെ എനിക്ക് സീ ദ ബിഗർ പിക്ചർ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കാര്യങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനുണ്ട് ഇവിടെ. ഓക്കെ, എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ ഒരു യെസ് പറയുന്നതിന് മുമ്പ്, നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കാര്യങ്ങളെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കാനുണ്ട്. ചാടിക്കേരി അതിലേക്ക് കമ്മിറ്റ് ചെയ്യേണ്ട, യെസ് പറയേണ്ട. ആരെങ്കിലും നിങ്ങളെ പ്രഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് പറയാം, വെയിറ്റ് ചെയ്യൂ, ഞാൻ ആലോചിക്കട്ടെ, ഞാൻ പറയാം എന്ന രീതിക്ക് പറയാം. ഓക്കെ, എടുത്ത് ചാടി അവർ പ്രഷർ ചെയ്യണു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിൽ ഗിവ് ഇൻ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളുടേതായിട്ട് സമയമെടുക്കുക, നിങ്ങൾ അന്വേഷിക്കുക, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. ലയൺ സ്പിരിറ്റ്, ബി ജനറസ് ഓഫ് സ്പിരിറ്റ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ജനറസ് ആയിരിക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നത് നിങ്ങളെ മിസ്യൂസ് ചെയ്യാൻ ആരോ ശ്രമിക്കുകയാണ്. ആ ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത്. പറയാൻ പോസിറ്റീവാണ്, പക്ഷെ എനിക്കിവിടെ നെഗറ്റീവ് ഫീലിംഗ് അടിക്കുന്നുണ്ട്. നിങ്ങൾ ആരോ എന്തിലോ കൊണ്ട് ചാടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് പറയുന്ന ലയണിനെ പോലെ നിങ്ങൾ കറേജ് വെക്കാം. ഓക്കെ, നിങ്ങൾ ഒരുപാട് ജനറസ് പേഴ്സൺ ആയിരിക്കും. എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ, ഓക്കെ അവർ പറഞ്ഞല്ലേ, ഓക്കെ ശരി സാരില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എടുത്ത് ചാടുന്ന ടൈപ്പ് ആയിരിക്കാം. പക്ഷെ നിങ്ങൾ സൂക്ഷിക്കണം. ഓക്കെ, ലയണിനെ പോലെ ആവാം. ഓക്കെ, ആൻഡ് ദിസ് ആൻഡ് ദാറ്റ് ആർ ട്രൂ. ഓക്കെ, അതാണ് പറയുന്നത്. ഇവിടെ എന്തൊക്കെയോ സത്യങ്ങളുടെ കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനുണ്ട്. എന്താണ് സത്യം എന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇതും സത്യമാണ്, അതും സത്യമാണ് എന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. ഐ തിങ്ക് നിങ്ങളുടെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ ക്ലിയർ അല്ല. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ അത് പോർട്രേ ചെയ്യപ്പെടുന്ന രീതി കറക്റ്റ് അല്ല. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഡീപ്പായിട്ട് കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കി. മെയിൻ കാര്യം ഇതാണ് എനിക്ക് തോന്നുന്നത്, സീ ദ ബിഗർ പിക്ചർ. നിങ്ങൾ നല്ലോണം കാര്യങ്ങളെ പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, സറണ്ടർ നോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സിനോട് സറണ്ടർ ചെയ്യുക. ഇതിപ്പോൾ ഐ തിങ്ക് ഇവിടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് തെളിഞ്ഞു വരും. നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക, യൂണിവേഴ്സിനോട് സറണ്ടർ ചെയ്യുക. എന്നിട്ട് പറയുക, എനിക്ക് നിങ്ങൾ ആങ്സൈറ്റി, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് വറി ചെയ്യേണ്ട. യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. എന്നിട്ട് യൂണിവേഴ്സിനോട് പറയുക, എനിക്ക് കാര്യങ്ങൾ ക്ലിയർ ആക്കി മനസ്സിലാക്കി തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. സറണ്ടർ ചെയ്യുക യൂണിവേഴ്സിനോട്. ഈഗിൾ സ്പിരിറ്റ് ഹാസ് യു ബാക്ക്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പക്ഷെ എന്ന് വെച്ച് നിങ്ങൾ റാഷായിട്ട് തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കരുത്. യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വാർണിംഗ് ഐ തിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഓക്കെ, ഈഗിളും നമ്മൾ പറയുമ്പോൾ ശരിക്കും മേലേക്ക് പറക്കും എന്ന് പറയില്ല. എന്തെങ്കിലും സ്റ്റോമൊക്കെ വരുമ്പോൾ, മഴ ഇതൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെയും ആ ക്ലൗഡ്സിൻ്റെയും മേലേക്ക് ഈഗിൾ പോയി പറക്കുന്ന രീതിയിൽ പറയാറുണ്ട്. സോ നിങ്ങൾക്ക് സാധിക്കും, നിങ്ങൾക്ക് ഉയരാൻ സാധിക്കും. അതിനുള്ളത് യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കെയർഫുൾ ആയിട്ട് ഇരിക്കണം. എന്താണ് തീരുമാനം എടുക്കുന്നത്, മറ്റുള്ളവരെ ഒരു വാക്ക് കേട്ട് വെറുതെ ഒന്നും അന്വേഷിക്കാതെയൊന്നും പോയിട്ട് ഒന്നിലും ചാടരുത്, സൂക്ഷിക്കാം. ഓക്കെ, 29, 11, 2, ഓക്കെ 37, 10, 1, അഗെയിൻ 1, 1, 1 ഇവിടെയും വന്നിട്ടുണ്ട്. ഓക്കെ, 22 ആവാം, 39, എന്താ പറഞ്ഞത്, 9, 10, 11, ഓക്കെ 12 ആണ് ഇവിടെ. സോറി, ഓക്കെ ഇവിടെ 12 ഉണ്ട്. 3 ആവാം, 23 ഉണ്ട്, 5 ആവാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്പേഴ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവാം. ഇവിടെ പക്ഷെ വാർണിംഗ് ആണ് വന്നത് ഈ പൈൽകാർക്ക്. നിങ്ങളൊന്ന് സൂക്ഷിക്കാനുണ്ട്, ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. പോസിറ്റീവായിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം.
നന്ദി, നമസ്കാരം.